നിങ്ങളുടെ ബിസിനസ്സും സർവീസും സ്ഥാപനങ്ങളും ഇനി ഈസിയായി ജനങ്ങളിലേക്ക് എത്തിക്കാം. നമുക്ക് ഗൂഗിൾ മാപ്പിലൊക്കെ ഒരാൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് തന്നെ ഡയറക്റ്റ് നമ്മുടെ വെബ്സൈറ്റ് എന്ന് പറഞ്ഞിട്ട് അവിടെ കാണിക്കും. അതിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ ഫുൾ ഡീറ്റെയിൽസും പബ്ലിക്കിന് മുന്നിലേക്ക് ഓപ്പൺ ആയി വരും. നമ്മൾ ഫേസ്ബുക്ക് പേജ്, ഇൻസ്റ്റാഗ്രാം, വീഡിയോ, ലൊക്കേഷന്, അഡ്രസ്സ്, കോൺടാക്റ്റുകൾ എല്ലാം അതിലേക്ക് നമുക്ക് കണക്ട് ചെയ്യാം. പിന്നെ നമുക്ക് വരുന്ന എൻക്വയറീസ്, എന്ത് എൻക്വയറിയോ കാര്യങ്ങളോ വരാണെങ്കിൽ ഈ ഒരു പ്രൊഫൈലാണ് അയച്ചു കൊടുത്താൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് അവർക്ക് അവിടെ ഇരുന്ന് കാണാൻ പറ്റും. പിന്നെ നമുക്ക് ന്യൂസ് ബുള്ളറ്റിൻ എന്ന് പറയും. ഇപ്പം നമ്മളെ പരസ്യം ഒരാളും ഫോർവേഡ് ചെയ്യില്ല, ആരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്യം ഫോർവേഡ് ചെയ്യില്ല. പക്ഷെ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ നല്ല നല്ല വാർത്തകൾ, ടിപ്സുകൾ, ഹെൽത്ത് മെസ്സേജ്, അങ്ങനത്തെ കാര്യങ്ങളുടെ കൂടെയൊക്കെ നമ്മൾ പ്രൊഫൈൽ കണക്ട് ചെയ്തില്ല, ആ പരസ്യത്തിന്റെ ആ മെസ്സേജിന്റെ മേലെ നമ്മളെ പരസ്യം പ്രൊജക്ട് ചെയ്ത് വരും. ഓക്കെ, അത് നമുക്ക് പരിചയമുള്ള ആൾക്കാർക്ക് നമ്മളെ പേഷ്യന്റ് ഗ്രൂപ്പിലേക്കൊക്കെ ഫോർവേഡ് ചെയ്യാം. ആൾക്കാർ ആ മെസ്സേജ് ഫോർവേഡ് ചെയ്യുമ്പോൾ പുതിയ പുതിയ സർക്കിളിലേക്ക് നമ്മുടെ പരസ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഡീറ്റെയിൽസ് ചെന്നുകൊണ്ടിരിക്കും. ആ ഫോട്ടോയിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങളെ പ്രൊജക്ട് ഫുള്ളായിട്ട് അവർക്ക് കാണാൻ പറ്റും. അപ്പോൾ പുതിയ ആളുകൾ ഷെയർ ചെയ്യുമ്പോൾ പുതിയ സർക്കിളിലേക്ക് നമ്മളെ പ്രൊജക്ട് എത്തുന്നതാണ്. കാരണം സാധാരണ നമ്മൾ പരസ്യം ഷെയർ ചെയ്യാൻ ഒരാളോട് പറഞ്ഞാൽ പോലും ചെയ്യില്ല. പക്ഷെ ഇവിടെ ആൾക്കാർ അവരെ സ്വന്തം റിസ്കിൽ ആ മെസ്സേജ് ഫോർവേഡ് ചെയ്യുമ്പോഴാണ് നമ്മുടെ പരസ്യം പുതിയ ആൾക്കാർക്ക് എത്തുന്നത്. പിന്നെ QR കോഡ് ഉണ്ട്. അപ്പോൾ നമ്മുടെ വിസിറ്റിംഗ് കാർഡിൽ, ബ്രോഷറിൽ, പോസ്റ്ററിൽ എല്ലാം നമുക്ക് QR കോഡ് വെക്കാം. കാരണം അത്യാവശ്യം ഇല്ലാതെ ഒരാൾ നമ്മളെ വിളിക്കൂല. കാരണം അവർക്ക് വിളിക്കാതെ ഡീറ്റെയിൽ അറിയാനാണ് താല്പര്യം പല ആൾക്കാർക്ക്. അവർക്ക് എന്ത് ചെയ്യാം, നമ്മളെല്ലാ കാര്യത്തിലും QR കോഡ് വെച്ചാൽ അത് സ്കാൻ ചെയ്താലും നമ്മളെ കംപ്ലീറ്റ് പ്രൊജക്ട് ഓപ്പൺ ആയിട്ട് വരും. അതേപോലെ തന്നെ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാറ്റസ് വെക്കാം. പരിപാടി സ്റ്റാറ്റസ് കാര്യങ്ങളൊക്കെ നമുക്ക് വെക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഇത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇതിപ്പോൾ നമ്മൾ ഓപ്പൺ സ്കാൻ സെന്ററിന്റെ പേരിൽ ചെയ്ത വർക്കാണ്. ഇതല്ലേ, അപ്പോൾ ഇത് നമ്മൾ ആ മെസ്സേജിന്റെ കൂടെ നമ്മൾ ആ ലിങ്ക് കണക്ട് ചെയ്തപ്പോൾ ഈ മെസ്സേജിന്റെ മേലെ നമ്മൾ പരസ്യം പ്രൊജക്ട് ചെയ്ത് വന്നു. ഇത് നമുക്ക് പരിചയമുള്ള ആൾക്കാർക്കും ഗ്രൂപ്പിൽ കൊടുത്താൽ മതി. ആൾക്കാരെ ഫോട്ടോ ടച്ച് ചെയ്താൽ തന്നെ നേരെ നമ്മളെ പ്രൊജക്ട് ഫുള്ളായിട്ട് ഓപ്പൺ ആയി വന്നു. ഇതല്ലേ, ഫസ്റ്റ് തന്നെ ഒരു പോപ്പപ്പ് ആഡ് ഇടാം. ഇത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ സ്ലൈഡിങ് ഫോട്ടോസ് നമ്മളെ ഡീറ്റെയിൽ മലയാളത്തിലും ഇംഗ്ലീഷിലൊക്കെ കൊടുക്കും. അപ്പോൾ എൻക്വയറി ഒക്കെ ടച്ച് ചെയ്താൽ നേരെ നമ്മുടെ വാട്സപ്പിലേക്ക് ഡയറക്റ്റ് ആയിട്ട് എൻക്വയറി ചെയ്യാൻ പറ്റും ആൾക്കാർക്ക്. അതേപോലെ തന്നെ ഇങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ നമ്മുടെ കോൺടാക്റ്റുകൾ, ഇതാണ് പ്രൊഫൈൽ പിക്ചറായിട്ട് കൊടുത്തത്. പിന്നെ അതേപോലെ ഗാലറികൾ, നമ്മളെ കാര്യങ്ങളൊക്കെ ആൾക്കാർക്ക് ഇതിൽ നിന്ന് തന്നെ കാണാൻ പറ്റും. അതേപോലെ വീഡിയോ ഉണ്ടെങ്കിൽ കണക്ട് ചെയ്യാം. ഇവിടെ തന്നെ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് പേജൊക്കെ കണക്ട് ചെയ്യാം. പിന്നെ നമ്മളെ ലൊക്കേഷനാണ്. ഓക്കെ, അതേപോലെ തന്നെ നമ്മളെ ഫുൾ അഡ്രസ്സ്, കോൺടാക്ട് എല്ലാ കാര്യങ്ങളും ഇവിടെ കണക്ട് ചെയ്യാം. ഇതിൽ ടച്ച് ചെയ്താൽ അവർക്ക് നമ്മളെ വിളിക്കാം. ഇതിൽ ടച്ച് ചെയ്താൽ നമ്പർ സേവ് ചെയ്യാതെ തന്നെ അവർക്ക് നമ്മളൊരു ചാറ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ വളരെ ഈസി ആയിട്ട് എന്താണോ നമ്മളെ പ്രോജക്റ്റ് അത് അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ സെറ്റ് ചെയ്യാം. പിന്നെ അടുത്ത ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് കംപ്ലീറ്റ് നമുക്ക് നമ്മുടെ മൊബൈലിൽ തന്നെ എഡിറ്റ് ചെയ്യാം. കാരണം ഇതൊക്കെ നമുക്ക് എഡിറ്റ് ചെയ്യാനും അപ്ഡേറ്റ് ചെയ്യാനും പറ്റുന്ന രീതിയിലാണ് ഈ പ്രോജക്റ്റ് ഉള്ളത്. അപ്പോൾ നമുക്ക് തന്നെ ഇതിന്റെ പ്രൊഫൈൽ പിക്ചർ മാറ്റാം. ഇതിന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ നിന്ന് മാറ്റി കൊടുക്കാൻ പറ്റും. അത്ര സിമ്പിളാണ് ഇത് വരുന്നത്. ഇതൊക്കെ നമ്മൾ ചെയ്ത വർക്കുകളാണ്. ഏകദേശം നമ്മൾ സ്ഥാപനങ്ങളൊക്കെ നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടല്ലേ, ഇത് ഒപ്റ്റിക്കൽസ് ആണ്. ഓക്കെ, ഇതിപ്പം ട്രാവൽ സെൻ്റർ ആണ്. ഇതേമാതിരി ഒരു പ്രൊഫൈലാണ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചാൽ മതി. എൻക്വയറിക്കൊക്കെ ഇതാണ്ട് അയച്ചു കൊടുത്താൽ വരും. ഇതിന് നമുക്ക് വരുന്ന എക്സ്പെൻസ് വരുന്നത് 3 കൊല്ലത്തേക്ക് ഡയറക്റ്റ് ആയിട്ട് സെറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളൊരു വെബ് ചെയ്യുമ്പോൾ വലിയ എക്സ്പെൻസ് ആണ്. ഇത് 3 കൊല്ലത്തേക്ക് ആകെ നിങ്ങൾക്ക് 3000 രൂപ മാത്രമേ ചെലവ് വരൂ. 3 കൊല്ലത്തേക്ക് 2028 ആ സമയം ഈ സെയിം ഡേറ്റിൽ നിങ്ങൾ റിന്യൂവൽ ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, പിന്നെ മറ്റേ ന്യൂസിന്റെ ഒരു ഇത് പറഞ്ഞല്ലോ, ന്യൂസിന്റെ കൂട്ടത്തിൽ ലിങ്കായി വരുന്ന അത് ഞാൻ കാണിച്ചു തരാം. ചെയ്യണല്ലേ, ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ, ഇപ്പോൾ ഐഡിയൽ സ്കാൻ സെൻറ്റർ, വേറെ ഐഡിയൽ മെഡിക്കൽ സെൻറ്റർ എന്നുള്ള പേര് കോട്ടക്കൽ ചെയ്തൊരു വർക്കാണ്. ഇത് കണ്ടില്ലേ, ഒരു അറബിയൊക്കെയാണ് ഇവർ ആഡ് ചെയ്തിട്ടുള്ളത്. കാരണം അറബികളൊക്കെ വരുന്ന ഏരിയ ആയതുകൊണ്ട് ഞാനിത് ജസ്റ്റ് ഇതിൻ്റെ ലിങ്ക് കോപ്പി ചെയ്തു. അപ്പോൾ നമ്മൾ ഇത് ന്യൂസ് ബുള്ളറ്റിൻ ഉണ്ടാക്കുന്നത് ഈ ഒരു മെത്തേഡിലാണ്. അപ്പോൾ നമ്മൾ വാട്സപ്പിൽ എന്ത് ചെയ്യാണ്, ഇത് നമ്മൾ ജസ്റ്റ് പേസ്റ്റ് ചെയ്യാം. ഇവിടെ നമ്മൾ പേസ്റ്റ് ചെയ്തു. 2 സ്റ്റെപ്പ് താഴത്തേക്ക് ആക്കുക. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ ഡെയിലിയുള്ള വാർത്തകളോ ടിപ്സുകളൊക്കെ വരുമ്പോൾ അതിൽ നിന്ന് എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതല്ല, ഇതിപ്പോൾ ജസ്റ്റ് ഒരു മോട്ടിവേഷൻ മെസ്സേജാണ്. നമ്മൾ ജസ്റ്റ് അത് കോപ്പി ചെയ്തു. എന്നിട്ട് ഈ മെസ്സേജിൻ്റെ ഈ ലിങ്കിൻ്റെ താഴെ കൊണ്ടുപോയിട്ട് പേസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇനി നമ്മളിത് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മെസ്സേജിൻ്റെ മേലെ നമ്മുടെ സ്ഥാപനം കണക്റ്റായി. കണ്ടല്ലോ, ഇത് നമുക്ക് പരിചയമുള്ള ആൾക്കാർക്കും പരിചയമുള്ള ഗ്രൂപ്പിലും മാത്രം ഫോർവേഡ് ചെയ്യാം. ആളുകൾ ഈ മെസ്സേജ് ഇഷ്ടപ്പെടുന്ന ആളുകൾ അവരെ സ്വന്തം റിസ്കിൽ അവരെ ഫാമിലി ഗ്രൂപ്പിലും ഫ്രണ്ട്സ് ഗ്രൂപ്പിലും ഷെയർ ചെയ്യുമ്പോൾ നമ്മുടെ സ്ഥാപനം അതിന്റെ കൂടെ പാസ് ചെയ്യും. ഈ ഫോട്ടോ കാണുമ്പോൾ എന്താണെന്ന് അറിയാൻ, ഇത് വലുതായിട്ട് കാണാനൊക്കെ ആൾക്കാർ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യും. ആ ടച്ചിങ്ങിൽ നമ്മളെ സ്ഥാപനം അവരെ മുന്നിൽ എന്തായി, ഓപ്പൺ ആയി. ഇത് പോപ്പപ്പ് ആഡാണ് കേട്ടോ. ഈ ആഡൊക്കെ നമുക്ക് ഡെയിലി ചേഞ്ച് ചെയ്യാം. ഓക്കെ, ഇതൊക്കെ നമ്മൾ ആഡ് നമുക്ക് അതിൽ കൊടുക്കാൻ പറ്റും.
കണ്ടോ? ഇതിപ്പോ നമുക്ക് തന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൂടെ വേണമെങ്കിൽ ഷെയർ ചെയ്യുകയും ചെയ്യാം. ഇൻസ്റ്റാഗ്രാമിലൊക്കെ നിങ്ങളെ വെബായിട്ട് തന്നെ കൊടുക്കാം. ഈ ഫേസ്ബുക്ക് പേജിലൊക്കെ വെബ്സൈറ്റ് ആയിട്ട് തന്നെ അത് മേലെ നമുക്ക് ബയോയിൽ നമ്മൾ കൊടുക്കുമല്ലോ ലിങ്ക് എന്ന് പറഞ്ഞിട്ട്, അവിടെയൊക്കെ നമുക്ക് ഇടാം. ഗൂഗിൾ മാപ്പിൽ നമ്മൾ വെബ്സൈറ്റ് ആയിട്ട് വരും, എല്ലാത്തിലും കണക്ട് ആയിട്ട് വരും. ഇപ്പൊ ഞാൻ ഇവരെ കാണിച്ചു തരാം. ഇപ്പൊ ഓപ്പൺ ഞാൻ ജസ്റ്റ് ഗൂഗിൾ അടിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഓപ്പൺ സ്കാൻ സെന്റർ ഗൂഗിൾ കണ്ടില്ലേ, ഇവിടെ കണ്ടെങ്കിൽ വെബ്സൈറ്റ്, ഈ വെബ്സൈറ്റ് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നേരെ വെബ്സൈറ്റിലേക്ക് പാസ് ചെയ്യും. ഇവിടെ തന്നെ നമ്മൾ ഡീറ്റെയിലേക്ക് പാസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമുക്ക് എല്ലാത്തിലും കണക്ട് ചെയ്യാൻ പറ്റും. സിമ്പിൾ ആണ്. ഓക്കെ, ചെറിയ എമൗണ്ട് ഉള്ളൂ. 3 കൊല്ലത്തേക്ക് ആകെ ഈ 3000 അത് കഴിഞ്ഞാൽ പിന്നെ റിന്യൂ ചെയ്യാം. 2028 ആ സമയം ആകുമ്പോൾ നിങ്ങൾക്ക് റിന്യൂ ചെയ്താൽ അപ്പൊ ഈ ഒരു എമൗണ്ട് തന്നെ വരുന്ന ഏകദേശം ഈ ഒരു എമൗണ്ട്, ചെറിയൊരു മാറ്റം അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കും. കാരണം ആ സമയത്തുള്ള എക്സ്പെൻസ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് തന്നെ. പക്ഷെ എന്നൊരു ബഡ്ജറ്റ് പ്രോജക്റ്റ് ആണ് എന്തായാലും. ഓക്കെ, ആയിക്കോട്ടെ.